അതെ, ഇന്ന് നമ്മുടെ കൊഴുക്കട്ട ശനിയല്ലേ. അപ്പോൾ നമുക്കും ഇച്ചിരി കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ. അപ്പോൾ ആ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിനിടയ്ക്ക് നമുക്ക് കൊഴുക്കട്ടയുടെ ഒരു കഥയും ഐതിഹ്യവും ഒക്കെ നമുക്കൊന്ന് കേട്ടാലോ. അപ്പം ഓശാന ഞായറിന് തലേ ദിവസം, അതായത് വിശുദ്ധ വാരത്തിന് മുന്നോടിയായിട്ടുള്ള ശനിയാഴ്ചകളിലാണ് ക്രൈസ്തവർ ആചരിക്കുന്ന ദിനമാണ് കൊഴുക്കട്ട ശനി അഥവാ ലാസറിൻ്റെ ശനി എന്ന് പറയുന്നു. യേശു ലാസറിനെ ഉയർപ്പിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസം വീട്ടിലെല്ലാവരും ഒത്തുചേർന്ന് അരിമാവും ശർക്കരയും തേങ്ങായും ചേർത്ത് കൊഴുക്കട്ടയുണ്ടാക്കി കഴിക്കുക പതിവാണ്. ഇത് ലാസറിൻ്റെ മരണം ജയിച്ചതിനെ സൂചിപ്പിക്കുന്നു. ഇനി കൊഴുക്കട്ട ശനിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത്, ബെഥനിയയിലെ യേശുവിൻ്റെ സുഹൃത്തായ ലാസർ മരിച്ച് 4-ാം ദിവസം യേശു അവനെ ഉയർപ്പിച്ചു എന്നാണ് ഈ ദിനത്തിൻ്റെ അടിസ്ഥാനപരമായ ബൈബിൾ കഥ. ഈ സംഭവത്തെ കേരളീയ ക്രൈസ്തവ പാരമ്പര്യവുമായി ബന്ധിപ്പിച്ചാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. മരണത്തിനുമേൽ ജീവന് ലഭിച്ച വിജയമായി ഇതിനെ കാണുന്നു. ഇനി കൊഴുക്കട്ടയുടെ പ്രതീകം, കൊഴുക്കട്ടയുടെ ഉള്ളിലെ മധുരം പുറത്തെ അരിമാവും ലാസർ യേശുവിലൂടെ പുതിയ ജീവൻ പ്രാപിച്ചതിൻ്റെ മധുരമായ അനുഭൂതിയെ സൂചിപ്പിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇനി പാരമ്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഓശാന ഞായറാഴ്ചയോടെ വിശുദ്ധ വാരം, നമ്മുടെ ഹോളി വീക്ക് ആരംഭിക്കുന്നതിനാൽ അതിന് തലേ ദിവസം കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കൊഴുക്കട്ട ഉണ്ടാക്കി പങ്കുവെക്കുന്നത് ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ആചരിക്കുന്നത്. ചുരുക്കത്തിൽ, ലാസറിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതിനായി കേരള ക്രൈസ്തവർ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കുന്ന ദിനമാണ് ഈ കൊഴുക്കട്ട ശനി അഥവാ ലാസറിൻ്റെ ശനി എന്ന് അറിയപ്പെടുന്നത്. ഇതൊക്കെ പരമ്പരാഗത രീതിയിലുള്ള ആചാരങ്ങളാണ്. ഇതൊക്കെ ഒരു കുറേ കാലങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് പോകുമെന്നാണ് തോന്നുന്നത്. ഇനിയും മുന്നോട്ടുള്ള കാലത്തെ പിള്ളേർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യവും കാര്യങ്ങളും ഒന്നും കാണില്ല. എന്നാലും നമ്മുടെയൊക്കെ കാലത്ത് പറ്റുന്നിടത്തോളം സമയങ്ങളിലൊക്കെ നമുക്കിത് ആചരിച്ചു പോകാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്കിത് കാണിച്ചു കൊടുക്കാം. നമ്മളിലൂടെ അവരും ഇത് കണ്ട് വളരട്ടെ. അപ്പം ഞങ്ങളും ഏതായാലും ഈ വർഷം നമ്മുടെ കൊഴുക്കട്ട ശനിക്ക് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ ഓർത്തെന്നാൽ നമ്മുടെ കുഞ്ഞു കഥയും കാര്യങ്ങളുമൊക്കെ നമുക്കൊന്ന് കൂട്ടുകാരായ നിങ്ങളോട് കൂടെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. ഇനി ഇതിന് മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെയൊക്കെ പറയുക. അപ്പം അങ്ങനെ നമ്മൾ ശർക്കരയും തേങ്ങായും ഒക്കെ വെച്ച് നമ്മുടെ കൊഴുക്കട്ട റെഡിയാക്കി. ഇതെല്ലാം റെഡിയായി. നമുക്കിതിനെ ഒന്ന് ആവിയിൽ ഒന്ന് വെച്ച് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പം നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഇതേ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതൊന്നൊരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റി നമുക്കെടുക്കാം. അപ്പം എല്ലാവർക്കും നമ്മുടെ കൊഴുക്കട്ട പെരുന്നാളിൻ്റെ മംഗളാശംസകൾ നേരുന്നു. പിന്നെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിള്ളേരെയൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാത്തവരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട് ആചാരങ്ങളും നമ്മൾ ഒന്ന് കാണിച്ചു കൊടുത്താലേ അറിയുള്ളൂ.